നമസ്കാരം. നമുക്കറിയാം 2026 ഫെബ്രുവരി 20 ടാറ്റ മോട്ടോഴ്സ് ഒഫീഷ്യലി അവരുടെ പഞ്ച് EVയെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. റീസെൻ്റ്ലി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അവരുടെ പഞ്ച് EVയുടെ ഒരു റേഞ്ച് ടെസ്റ്റ് നടത്തി എന്നുള്ളത്. 593.7 കിലോമീറ്ററാണ് ഒറ്റ ചാർജിൽ ഈ ഒരു വാഹനം അച്ചീവ് ചെയ്തത്. P6 XEV9e അതുമാത്രമല്ല ടാറ്റ ഹാരിയർ ഇത്തരം വലിയ വാഹനങ്ങൾക്ക് പോലും അച്ചീവ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള റേഞ്ച് ഈ ഒരു കുഞ്ഞു വാഹനം എങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് റേഞ്ചിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നിലവിൽ 25 kWh ബാറ്ററി പാക്കും 35 kWh ബാറ്ററി പാക്കുമാണ് ഉള്ളത്. അതിൽ ലോങ് റേഞ്ച് ആയിട്ടുള്ള 35 kWh ബാറ്ററി പാക്കുള്ള വാഹനത്തിൻ്റെ ആവറേജ് ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഒരു കർബ് വെയിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1600 കിലോഗ്രാമിന് ജസ്റ്റ് മുകളിലാണ്. അത്തരത്തിലുള്ളൊരു വാഹനം ഇത്രയും വെയിറ്റൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക് എത്രയാണെന്ന് കമ്പനി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് വാഹനം ആ വീഡിയോയിൽ ഓടിക്കുന്ന വ്യക്തി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ എത്രത്തോളം റേഞ്ച് എങ്ങനെ കിട്ടി? സാധാരണ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നെന്ന് പറയുന്നത് ഒരു സിറ്റിയിൽ നിന്നും മറ്റൊരു സിറ്റി വരെ ഈ ഒരു വാഹനത്തെ എത്തിക്കാം എന്നുള്ളതാണ്. അതൊക്കെ മാറിയിട്ട് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ഈ ഒരു വാഹനത്തെ എത്തിച്ചു എന്നുള്ളതാണ് കമ്പനി ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളൊരു ചിന്ത ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയല്ല, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ക്രോസ് സെക്ഷൻ ചെയ്തിട്ട് എന്താണ് ടാറ്റ മോട്ടോഴ്സ് ഇതിലൂടെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ 600 കിലോമീറ്ററിനടുത്ത് 593.7 കിലോമീറ്റർ ലഭിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചെറിയ അറിവിൽ നിന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ നോക്കുകയാണ്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗും ഈ ഒരു കോണ്ടൻറ്റും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അത് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ചാനലിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ കമൻസിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ടാറ്റ പഞ്ചിൻ്റെ EV എപ്പോഴും വളരെ ഇഷ്ടമുള്ളൊരു വാഹനം തന്നെയാണ്. പക്ഷേ ആ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആക്ച്വൽ റേഞ്ച് വളരെ കുറവാണ്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 300 കിലോമീറ്ററിനൊക്കെ അടുത്ത് 270 കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇവിടെ 600 കിലോമീറ്ററിനടുത്ത് 593.7 കിലോമീറ്ററിന് ഈ ഒരു വാഹനം ഓടിച്ച് നിർത്തിയ വീഡിയോ കണ്ടപ്പോൾ ഇമ്പോസിബിൾ ആണെന്ന് തന്നെയാണ് നമുക്ക് തോന്നിയത്. ഇതൊന്നും നടക്കുന്ന കാര്യമാണോ, ഇതെങ്ങനെയാണ്? പിന്നീടാണ് ഈ ഒരു വീഡിയോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ഒരുമിച്ചിരുന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഫസ്റ്റ് തന്നെ ടാറ്റ ഇതിനകത്ത് എത്ര kWh ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാറ്ററി പാക്കിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തോ എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ നല്ല രീതിക്ക് ടാറ്റ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. അതെന്താണെന്ന് വീഡിയോയുടെ തുടർന്ന് അങ്ങോട്ടുള്ള ഭാഗത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വാഹനം 600 കിലോമീറ്ററിനടുത്തൊക്കെ ഓടി വന്നപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കണ്ടിന്യൂസ് ആയിട്ടൊരു നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കിയൊരു കാര്യം, ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ 0-ൽ നിന്നാണ് ട്രിപ്പ് മീറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് വളരെ കറക്റ്റാണ്. 100% ചാർജ് ഉണ്ട് എന്നുള്ളതും കറക്റ്റാണ്. ഇനി ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനം കണ്ടിന്യൂസ് ആയിട്ട് ഹൈവേയിൽ തന്നെയാണ് ഓടുന്നത് അല്ലെങ്കിൽ ഓടിക്കാൻ പോകുന്നത്. അതായത് ജയ്പൂർ പിങ്ക് സിറ്റി, രാജസ്ഥാനിലെ പിങ്ക് സിറ്റി എന്ന് പറയുന്ന ജയ്പൂരിൽ നിന്നും ഉദയ്പൂർ വരെ 400 കിലോമീറ്റർ അച്ചീവ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. കണ്ടിന്യൂസ് ആയിട്ട് ഹൈവേയിലാണ് ഈ ഒരു വാഹനം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അപ്പ് ഹില്ലോ ഡൗൺ ഹില്ലോ ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശത്തോടു കൂടി പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലത്തോടെയാണ് ഈ ഒരു വാഹനം ഓടിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കൃത്യമായിട്ട് EV എങ്ങനെ ഓടിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ തന്നിട്ടുള്ളത്. ടാറ്റ പറയാൻ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 600 കിലോമീറ്ററിനടുത്ത് വരെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 597.7 കിലോമീറ്റർ വരെ ഈ ഒരു വാഹനത്തെ ഓടിച്ചെത്തിക്കാം. ഓടിക്കേണ്ട രീതിയിൽ, ഓടിക്കേണ്ട സാഹചര്യത്തിൽ. ആദ്യമേ തന്നെ
ടയർ പ്രഷർ എന്തായാലും കുറച്ചധികം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഒരുപാട് തവണ വാച്ച് ചെയ്തിട്ട് നമ്മളുടെ തോന്നലുകളാണ്. ചിലപ്പോൾ ശരിയാകാം, ശരിയാകാതിരിക്കാം. എന്തായാലും ടയർ പ്രഷർ എന്തായാലും ഒരു 37-നടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ അധികം റോളിങ് കിട്ടും. അതായത് ഈ ടയറും പ്രതലവും തമ്മിലുള്ള ഗ്രിപ്പ് മാക്സിമം കുറഞ്ഞിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ആക്ച്വലായിട്ടുള്ള ഒരു ടയർ പ്രഷറിൽ തന്നെയാണ് കമ്പനി പറയുന്ന ടയർ പ്രഷറിൽ തന്നെയാണ് അത് നിലനിർത്തേണ്ടത്. അത് പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനം അധികം സ്പീഡിലൊന്നും ഓടിച്ചിട്ടില്ല. നമ്മൾ ഇതിലൊരു വീഡിയോ കാണുന്ന സമയത്ത് പലപ്പോഴും വാഹനം ഓവർടേക്ക് ചെയ്തും ഈ വാഹനത്തെ മറ്റ് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 70 to 80 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇത് ഓടിച്ചിട്ടുള്ളത്. 70 to 80 എന്ന് ഞാൻ പറയുന്നില്ല, ആവറേജ് ഒരു 70 കിലോമീറ്റർ എന്നുള്ള രീതിക്കാണ് ഓടിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോയിൽ ഒരു പ്രത്യേക പോയിന്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏകദേശം ഒരു 33% ചാർജ് ഉപയോഗിച്ചപ്പോൾ തന്നെ 250 മുകളിലൊക്കെ കിലോമീറ്റർ അച്ചീവ് ചെയ്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 29 ഡിഗ്രി സെൽഷ്യസ് ആണ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു EV വാഹനത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്കും ബാറ്ററിയുടെ എഫിഷ്യൻസി മാക്സിമം കുറയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനർജി ലോസ് കാര്യമായിട്ടുണ്ടാകും എന്നുള്ളതാണ്. അത് മാത്രമല്ല, AC നമ്മൾ ഉപയോഗിക്കേണ്ടിയും വരും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വെയിറ്റാണ്. വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 1600 കിലോഗ്രാം ഭാരമുണ്ട്. ഇപ്പോൾ ബാറ്ററി പാക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിലവിലുള്ള 35 kWh ബാറ്ററി പാക്ക് ഉള്ള ലോങ് റേഞ്ച് വാഹനം വെച്ച് നോക്കുമ്പോഴത്തേക്കും 1600+ കിലോഗ്രാം ഭാരം ഈ ഒരു വാഹനത്തിനുണ്ട്. മാത്രമല്ല, എങ്ങനെ വാഹനം ഓടിച്ചു എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 66 kW/km. അതായത് 66 kW എന്ന് പറയുമ്പോഴത്തേക്കും അധികം കറണ്ട് യൂസ് ചെയ്യുന്നില്ല. വളരെയധികം ഫ്രൂഗലായിട്ടാണ് അല്ലെങ്കിൽ മിനിമലായിട്ടാണ് ബാറ്ററിയിൽ നിന്നും കറണ്ട് യൂസ് ചെയ്യുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ 597.3 കിലോമീറ്റർ ടോട്ടൽ ഇത് അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഈ 597.3 ഇൻറ്റു 67, ആവറേജ് ഒരു 67-68 വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 40 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 40 kWh ബാറ്ററി, ജസ്റ്റ് അപ്പോൾ 40-42 kWh ബാറ്ററി പാക്ക് ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത്. ഈവൻ ദോ കമ്പനി കൃത്യമായിട്ട് എത്ര kWh ബാറ്ററി പാക്ക് ആണെന്ന് പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഈ ഒരു വിൻഡിൻ്റെ അതായത് എയറോഡൈനാമിക് ത്രസ്റ്റ്, അതായത് എയറോഡൈനാമിക് ഡ്രാഗിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഒരു വാഹനത്തിൻ്റെ സ്പീഡ് 50 കിലോമീറ്ററിൽ നിന്നും 100 കിലോമീറ്റർ ആയിട്ട് പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഈ എയറോഡൈനാമിക് ഡ്രാഗ് എന്ന് പറയുന്നത് സ്ക്വയർ ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് 4 മടങ്ങായിട്ട് കൂടും എന്നുള്ളതാണ്. വാഹനത്തിനൊരു പുഷ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പുഷ് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. അതും ഈ ഒരു റേഞ്ച് ഇത്രത്തോളം എൻഹാൻസ് ചെയ്യാൻ സഹായകരമായി എന്നുള്ളതാണ് എൻ്റെ ചെറിയ അറിവിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, അവസാനത്തെ ഒരു 15% ബാറ്ററി പാക്ക് കൊണ്ട്, ബാറ്ററി പാക്കല്ല 15% ബാറ്ററി കൊണ്ട് ഈ ഒരു വാഹനം മാക്സിമം യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 15% ചാർജ് ബാറ്ററിയിൽ ഉള്ളപ്പോൾ അത് മാക്സിമം ആ 15% കൊണ്ട് അതിൻ്റെ ഡബിൾ, ഏകദേശം ഒരു 30 കിലോമീറ്ററിന് മുകളിൽ അതിന് സഞ്ചരിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു നല്ല ഡെമോൺസ്ട്രേഷനാണ് കമ്പനി ഇവിടെ നടത്തിയിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ സ്മൂത്തായിട്ടും ഏതൊക്കെ രീതിയിലാണോ നല്ലൊരു പ്രതലത്തിൽ സ്മൂത്തായിട്ട് ഹൈവേയിലൂടെ വളരെ റിലാക്സ് ആയിട്ട് വാട്ടവർ നോക്കി ഈ ഒരു വാഹനം ഓടിച്ചാൽ ടെമ്പറേച്ചറും ക്ലൈമറ്റും ഒക്കെ, അത് മാത്രമല്ല ഈ പറയുന്ന എയറോഡൈനാമിക് ഡ്രാഗൊക്കെ ഇതിനെ സഹായിച്ചു. ആ രീതിയിൽ ഈ ഒരു വാഹനം നല്ല രീതിക്ക് ഇലക്ട്രിക് വാഹനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ബാറ്ററി പാക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 67 kWh എന്നുള്ള രീതിക്ക് 1 കിലോമീറ്ററിൽ ഈ ഒരു എനർജി യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, എങ്ങനെ നോക്കിയാലും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 597.3 കിലോമീറ്ററിനെ വെച്ച്, അതായത് 67 × 597.3 കിലോമീറ്ററിനെ വെച്ച് നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 40 അല്ലെങ്കിൽ 40 മുകളിലായിരിക്കും. അല്ലെങ്കിൽ 68 വെച്ച്
ഗുണിച്ചാലും 40 മുകളിൽ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക് ചെറിയ വാഹനമാണ്, 40 kWh ബാറ്ററി പാക്ക് ആയിരിക്കും വരാൻ സാധ്യത എന്നെൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചെറിയ കാൽക്കുലേഷൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഡെമോൺസ്ട്രേഷനാണ്. തീർച്ചയായിട്ടും ആക്ച്വൽ റേഞ്ച് ഒരു 400-നൊക്കെ അടുത്ത് അല്ലെങ്കിൽ 400-ന് മുകളിലൊക്കെ ആക്ച്വൽ റേഞ്ച് നമുക്ക് കിട്ടുവാണ് നമ്മുടെ എല്ലാ സാഹചര്യത്തിലും. അതിപ്പോൾ ട്രാഫിക് ആയിക്കോട്ടെ, ഉയർന്ന പ്രതലം ആയിക്കോട്ടെ, ഹപ്പ് ഹിൽ ആയിക്കോട്ടെ, ഡൗൺ ഹിൽ ആയിക്കോട്ടെ, പ്ലെയിൻ ആയിട്ടുള്ള റോഡുകളായിക്കോട്ടെ, ഹൈവേ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യത്തിലും നമ്മൾ ഓടിച്ചാൽ പോലും നമുക്കൊരു 400-ന് മുകളിൽ 450-ന് അടുത്തൊക്കെ കിട്ടുവാണ്. 450 ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, 400-ന് മുകളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു അവലോകനം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. നന്ദി, നമസ്കാരം.